ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, ദറ്റ് ഈസ് ബയോളജിക്കൽ വാർഫെയർ. അപ്പോൾ എന്താണ് ബയോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്? യൂസ് ഓഫ് ബയോളജിക്കൽ ഏജൻറ്റ്സ് ഓർ ദെയർ ടോക്സിൻസ് ടു കിൽ ഓർ ഇൻകപ്പാസിറ്റേറ്റ് ലിവിങ് ബീയിങ്സ് ആർ കാൾഡ് ബയോളജിക്കൽ വാർഫെയർ. അതായത് ബയോളജിക്കൽ ഏജൻറ്റ്സ് അഥവാ ബയോളജിക്കൽ ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ബാക്ടീരിയ, ഫഞ്ചൈ, വൈറസ് എന്നിവയാണല്ലോ. ഈ ബയോളജിക്കൽ ഏജൻറ്റ്സ് കൂടാതെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ലിവിങ് ബീയിങ്സിനെ ഹാം ചെയ്യാൻ വേണ്ടി, മേ ബി കൊല്ലാനാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമിനെയാണ് ബയോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫെഷ്യസ് ഡിസീസസ് ഏൻഷ്യൻ്റ് ടൈം തൊട്ട് തന്നെ ഈ ഇൻഫെഷ്യസ് ഡിസീസസ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇൻഫെഷ്യസ് ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്? പൊട്ടൻഷ്യലായിട്ടുള്ള ബയോളജിക്കൽ ഏജൻറ്റ്സ് ആണല്ലോ. ഇവരെ യൂസ് ചെയ്യുന്ന ഒരു ഏൻഷ്യൻ ടൈംസ് തൊട്ട് തന്നെ ഇവരെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കണ്ടുവരുന്നുണ്ട്. അതും ഈ ബയോളജിക്കൽ വാർഫെയറിൽ പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ഡ്യൂറിങ് വേൾഡ് വാർ 1, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ജർമ്മനി അലീഗലി യൂസ്ഡ് മെനി സ്ട്രാറ്റജീസ് ടു എക്സിക്യൂട്ട് എ ബയോളജിക്കൽ വാർഫെയർ പ്രോഗ്രാം. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മനിയാണ് ഫസ്റ്റ് ആയിട്ട് ഈ ബയോളജിക്കൽ വാർഫെയർ പ്രോഗ്രാംസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ എന്താണ് അവർ യൂസ് ചെയ്തത്? ദിസ് ഇൻക്ലൂഡ്സ് അറ്റംപ്റ്റ്സ് ടു ഷിപ്പ് horses and cattle inoculated with pathogens such as Bacillus anthracis which cause anthrax. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയം തൊട്ടാണ് ഈ ബയോളജിക്കൽ വാർഫെയർ ഒരുപാടായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്തത്? ഹോഴ്സസിനെയും അതുപോലെ തന്നെ കാറ്റിൽസിനെയൊക്കെ ഈ പാത്തോജനിക് ബാക്ടീരിയാസ് ഇനോക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് പാത്തോജനിക് ബാക്ടീരിയാസിനെ കുത്തിവെച്ച ഹോഴ്സസിനെയും കാറ്റിൽസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരിൽ എന്തുണ്ടായിരുന്നു? മെയിനായിട്ട് അവർ കുത്തിവെക്കുന്നത് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കുത്തിവെച്ചുകൊണ്ടിരുന്നത്. അത് മെയിനായിട്ട് എന്താ ഉണ്ടാക്കുന്നത്? ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ രോഗമുള്ള ഈ കാറ്റിൽസിനെയും ഹോഴ്സസിനെയൊക്കെ ഷിപ്പ് ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കും? ആ സ്ഥലത്തെ ആളുകൾക്കും ഈ ആന്ത്രാക്സ് രോഗം പിടിപെടാനായിട്ട് കാരണമാവും. അപ്പോൾ അതെന്ത് ചെയ്യും? അവിടുത്തെ ആളുകളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ എന്താണ് അവരുടെ മോർട്ടാലിറ്റിക്കുമൊക്കെ ഈ ഇൻഫെഷ്യസ് ഡിസീസ് കാരണമാവും. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ ഈ ബയോളജിക്കൽ വാർഫെയർ അവർ യൂസ് ചെയ്തത്. ഓക്കെ, അത് കൂടാതെ തന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലും എന്താണ് ഈ ബയോ വാർഫെയർ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട്. ജപ്പാനാണ് കൂടുതലായിട്ടും എന്താണ് വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് ബയോ വാർഫെയർ യൂസ് ചെയ്തത്, വിച്ച് ഫോക്കസസ് ഓൺ ഓർഗാനിസംസ് സച്ച് ആസ് ബാസിലസ് ആന്ത്രാസിസ്, നിസീറിയ, വിബ്രിയോ കോളറെ, ഷിഗെല്ല, എസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ഓർഗാനിസംസിനെയൊക്കെ തന്നെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ജപ്പാൻ ബയോ വാർഫെയർ ആയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാം വിബ്രിയോ കോളറ ഉണ്ടാക്കുന്നതാണ്. ഷിഗെല്ല അതുപോലെ തന്നെ എസീനിയ പെസ്റ്റിസസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഫുഡ് ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ഹ്യൂമൻ ബീയിങ്സിനെ അഫക്റ്റ് ചെയ്താൽ വളരെ ഫേറ്റലായിട്ടുള്ള ഡിസീസസ് ഉണ്ടാവാനുള്ള കാരണമാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻഫെഷ്യസ് ഓർഗാനിസത്തിനെ വെച്ചിട്ട് ഒരു എന്താണ് വേൾഡ് വാറിൻ്റെയൊക്കെ സമയത്ത് ഒരു വേൾഡ് വാർ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാറായിരിക്കുമല്ലോ. അപ്പോൾ ആ ശത്രു രാജ്യത്തെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ബയോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോളജിക്കൽ വാർഫെയർ കൂടാതെ മറ്റൊരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, ബയോ ടെററിസം എന്ന് പറയും. ബയോ ടെററിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നോൺ ഗവൺമെൻറ്റൽ ബയോ വാർഫെയർ റെഫേർഡ് ടു ആസ് ബയോ ടെററിസം. അപ്പോൾ ഈ ബയോ വാർഫെയറിൻ്റെ തന്നെ മറ്റൊരു എന്താണ് വേരിയൻ്റാണ് ഈ ബയോ ടെററിസം എന്ന് പറയുന്നത്.
ഇപ്പം ഈ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ മെയിൽ വഴി അല്ലെങ്കിൽ ഈ ലെറ്ററിനകത്തൊക്കെ ഈ ആന്ത്രാക്സിൻ്റെയൊക്കെ സ്പോർട്സ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഓരോ ശത്രുരാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ലെറ്റേഴ്സൊക്കെ അയക്കും. അപ്പോൾ ആ ലെറ്റർ കിട്ടുന്നവർക്ക് എന്തായിരിക്കും, ആ അസുഖം പിടിപിടിക്കുകയും അവർ മരിക്കുകയും ചെയ്യും അല്ലേ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് എന്താണ്, US എന്ത് സംഭവിച്ചു. ഇൻ US ലെറ്റേഴ്സ് കണ്ടെയ്നിങ് ആന്ത്രാക്സ് സ്പോർട്സ് വെയർ ഫൗണ്ട് അല്ലേ. സച്ച് മെയിൽസ് വെയർ റിസീവ്ഡ് ബൈ സെവറൽ മീഡിയ ഓഫീസേഴ്സ് ആൻഡ് സെനറ്റേഴ്സ്. അപ്പോൾ അമേരിക്കയിലുണ്ടായിരുന്ന കുറേ ഓഫീസേഴ്സും സെനറ്റേഴ്സും ഒക്കെ അങ്ങനെയുള്ള ആന്ത്രാക്സ് സ്പോർട്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ലെറ്റേഴ്സൊക്കെ അവർക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് തന്നെ 5 were killed and 7 sickened in what become the worst biological attack of US history. അപ്പോൾ US ഹിസ്റ്ററിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ബയോ ടെററിസമാണ്. ഈ ബയോ ടെററിസത്തിൽ അവർ ലെറ്ററിനകത്ത് എന്ത് ചെയ്തു, ഈ ആന്ത്രാക്സിൻ്റെ സ്പോർട്സൊക്കെ കടത്തി വിട്ടു. അപ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്തു, ഇത് കിട്ടിയ മീഡിയ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സെനറ്റേഴ്സിലൊക്കെ തന്നെ 5 ആളുകളാണ് മരിച്ചത്. അതുപോലെ തന്നെ 17 ആൾക്കാർക്ക് ഈ ആന്ത്രാക്സ് എന്ന് പറഞ്ഞ രോഗം പിടിപിടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, CDC എന്ന് പറയും, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ USA, വൺ ഓഫ് ദി ബയോളജിക്കൽ ഏജൻറ്റ്സ് മോസ്റ്റ് ലൈക്ലി ടു ബി യൂസ്ഡ് ഇൻ ബയോ ടെററിസം അറ്റാക്ക് ഈസ് ബാസിലസ് ആന്ത്രാസിസ്. അപ്പോൾ ഈ എന്താണ് നമ്മുടെ US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഏജൻസി അനുസരിച്ച് അവർ പറയുന്നതനുസരിച്ച് ബയോ ടെററിസമായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ഓർഗാനിസമാണ് എന്തെന്ന് പറയുന്നത് ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാസിലസ് ആന്ത്രാസിസ് ആണ് ബയോ ടെററിസത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മോസ്റ്റ് ലൈക്ലി ഓർഗാനിസം. ഓക്കെ, അപ്പോൾ CDC അഥവാ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ഹാവ് കാറ്റഗറൈസ്ഡ് ദ ബയോ ഏജൻറ്റ്സ് ഇൻ ടു 3 categories. അപ്പം ഈ ബയോ ഏജൻസിനെ ഈ CDC എന്ന് പറയുന്ന ഏജൻസി മെയിനായിട്ടും 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് കാറ്റഗറി A, B and C. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ കാറ്റഗറിയും നോക്കാം. അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം. CDC ഹാസ് കാറ്റഗറൈസ്ഡ് ദ ബയോ ഏജൻറ്റ്സ്. അപ്പോൾ നമ്മൾ ബയോ ടെററിസത്തിന് യൂസ് ചെയ്യുന്ന ബയോ ഏജൻസിനെ CDC 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണ്, കാറ്റഗറി A, കാറ്റഗറി B ആൻഡ് കാറ്റഗറി C. അപ്പോൾ കാറ്റഗറി A എന്താണ് പ്രത്യേകതയെന്ന് നോക്കാം. ഓക്കെ, കാറ്റഗറി എയിൽ ഏജൻറ്റ്സ് ഓഫ് ഹൈ പ്രയോറിറ്റി ദാറ്റ് പോസ് എ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഏറ്റവും ത്രെറ്റായിട്ടുള്ള, അതായത് ഏജൻറ്റ്സ് ഓഫ് ഹൈ പ്രയോറിറ്റി, അതായത് ഒരു നാഷണൽ ത്രെറ്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ ഫസ്റ്റ് നിൽക്കുന്ന, അതായത് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് കാറ്റഗറി എയിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്യാൻ ബി ഈസിലി ഡിസമിനേറ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പം നമ്മളൊരു കാറ്റഗറി എയിൽ വരുന്ന ബയോ ഏജൻസിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്ക് ഹൈ പ്രയോറിറ്റി ആണുള്ളത് ബിക്കോസ് ദേ പോസ് എ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി. അപ്പം നാഷണൽ സെക്യൂരിറ്റിക്ക് തന്നെ വലിയൊരു ഭീഷണിയാവുന്ന ബയോ ഏജൻസ് ആണ് കാറ്റഗറി എയിൽ വരുന്നത്. റീസൺസ് എന്തൊക്കെയാണ്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ദേ ക്യാൻ ബി ഈസിലി ഡിസമിനേറ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അവർക്ക് ഈ ബയോ ഏജൻസിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് പടരാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, COVID-19 അല്ലേ. COVID-19 വളരെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് എ പെൻഡമിക്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണ്, സെക്കൻഡ് ഫീച്ചർ എന്താണ്, ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം എ മേജർ ഹെൽത്ത് ഹസാർഡ് ആൻഡ് റിസൾട്ട് ഇൻ ഹൈ മോർട്ടാലിറ്റി. അപ്പം ഒരു മേജർ ഹെൽത്ത് ഹസാർഡ് ആവാനുള്ള കഴിവുള്ളതും അതുപോലെ തന്നെ എന്താണ്, മോർട്ടാലിറ്റി റേറ്റും കൂട്ടാനും കഴിവുള്ള ഏജൻസ് ആയിരിക്കും കാറ്റഗറി എയിൽ വരുന്നത്. തേർഡ് പോയിന്റ് ഈസ് മൈറ്റ് കോസ് പബ്ലിക് പാനിക് ആൻഡ് സോഷ്യൽ ഡിസ്ട്രപ്ഷൻ. ഇപ്പോൾ കാണുന്നൊരു പബ്ലിക് ഒരു COVID-19 കാരണം നമുക്കുണ്ടാകുന്നൊരു പാനിക് ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഒരു
സോഷ്യൽ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ ഇല്ലേ, അപ്പം അതെല്ലാം തന്നെ കോസ് ചെയ്യാൻ ഈ ബയോ ഏജൻസിന് പറ്റും. അപ്പം ഇറ്റ് മൈറ്റ് കോസ് പബ്ലിക് പാനിക് ആൻഡ് സോഷ്യൽ ഡിസ്ട്രപ്ഷൻ. ലാസ്റ്റ് പോയിന്റ് ഈസ് റിക്വയർ സ്പെഷ്യൽ ആക്ഷൻ. ഇതിന് വളരെ സ്പെഷ്യലായിട്ടുള്ള ആക്ഷൻസ് വേണം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഇപ്പം നടന്നുകൊണ്ടിരുന്ന ലോക്ക്ഡൗൺ തന്നെ എന്താണ് സ്പെഷ്യൽ ആക്ഷൻ്റെ ഭാഗമാണ്. അല്ലെ, ഈ രോഗം ഒരുപാട് ട്രാൻസ്മിറ്റഡ് ആവാതെ അല്ലെങ്കിൽ ഈ രോഗം എന്താണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തൊരു എന്താണ് സ്പെഷ്യൽ ആക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ. ഓക്കെ, അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാണ്. അതുപോലുള്ള ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ ആക്ഷൻ. അപ്പോൾ ഇതാണ് കാറ്റഗറി എയിൽ വരുന്ന ബയോ ഏജൻസിൻ്റെ പ്രത്യേകത. അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് ഏതാണ്? ബയോ ഏജൻസ് ഓഫ് കാറ്റഗറി എ ഇൻക്ലൂഡ് ബാസിലസ് ആന്ത്രാസിസ് വിച്ച് കോസ് ആന്ത്രാക്സ്. അതുപോലെ ക്ലോസ്ട്രിഡിയം ബോട്ടുലിസം ഉണ്ടാക്കും. എർസീനിയ പെസ്റ്റിസ് വിച്ച് കോസ് പ്ലേഗ്. Then variola major which forms smallpox. Filoviruses cause hemorrhagic fevers etc. അതുപോലെ തന്നെ ഇബോള വൈറസ് നമുക്കറിയാലോ, വളരെ ഫേറ്റലായിട്ടുള്ള വളരെ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇബോള വൈറസ്, ഇബോള. ഓക്കെ, അപ്പോൾ അത്രയാണ് കാറ്റഗറി എയിൽ വരുന്ന ബയോ ഏജൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് കാറ്റഗറി ബിയിൽ നോക്കാം. കാറ്റഗറി ബിയിൽ വരുന്ന ബയോ ഏജൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം. അപ്പം കാറ്റഗറി ബിയിൽ ദ ഇൻക്ലൂഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി ഏജൻസ് ദാറ്റ് ആർ മോഡറേറ്റ്ലി ഈസി ടു ഡിസമിനേറ്റ്. അതായത് സെക്കൻഡ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ബയോ ഏജൻസ് ആണ്. അവർക്ക് എന്താണ് മോഡറേറ്റ് കപ്പാസിറ്റി ആണുള്ളത്. അവർക്ക് ഡിസമിനേറ്റ് ചെയ്യാൻ മോഡറേറ്റ്, ഹൈ പ്രയോറിറ്റി ഇല്ല, കുറച്ച് കുറവുള്ള ആളുകളാണ് കാറ്റഗറി ബിയിൽ വരുന്നത്. റിസൾട്ട് ഇൻ മോഡറേറ്റ് മോർബിഡിറ്റി റേറ്റ്സ് ആൻഡ് ലോ മോർട്ടാലിറ്റി റേറ്റ്സ്. ഇത് മെയിനായിട്ടും മോഡറേറ്റ് ലെവലിലുള്ള മോർട്ടാലിറ്റി റേറ്റ്സും അതുപോലെ തന്നെ എന്താണ് വ്യാപനത്തിനുള്ള കഴിവൊക്കെ ഉള്ള ബയോ ഏജൻസ് ആണ് കാറ്റഗറി ബിയിൽ വരുന്നത്. ദ റിക്വയർ സ്പെഷ്യൽ എൻഹാൻസ്മെൻറ്റ്സ് ഓഫ് CDC's ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി ആൻഡ് എൻഹാൻസ്ഡ് ഡിസീസ് സർവലൻസ്. അപ്പം CDC എന്ന് പറയുമ്പോൾ എന്താണ്? സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നതനുസരിച്ചുള്ള സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് വേണം, റിക്വയർമെൻറ്റ്സ് ഒക്കെ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസീസ് സർവൈലൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്യണം. അതുപോലെ തന്നെ ബയോ ഏജൻസ് ഓഫ് ഇതിനകത്ത് വരുന്ന ബയോ ഏജൻസ് ഏതൊക്കെയാണ്? ബ്രുസെല്ല സ്പീഷീസ് വിച്ച് കോസസ് ബ്രുസെല്ലോസിസ്. അതുപോലെ തന്നെ സാൽമോണല്ല, ബർക്കോൾഡിറ മാലി എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഉണ്ട് വിച്ച് കോസ് ഗ്ലാൻഡേഴ്സ്. ഈക്കോളെ, ഷിഗല്ല. അതായത് ഷിഗല്ലയും ഈക്കോളയും സാൽമോണലയൊക്കെ എന്താണ് ഫുഡ് ബോൺ ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ്. അതുപോലെ വിബ്രിയോ കോളറെ വാട്ടർ സേഫ്റ്റി ത്രെഡ്സ് ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇവരൊക്കെയാണ് മെയിനായിട്ടും കാറ്റഗറി ബിയിൽ വരുന്ന ബയോ ഏജൻസ്. ഇനി തേർഡ് കാറ്റഗറി ഉണ്ട്, കാറ്റഗറി സി, വിച്ച് ഇൻക്ലൂഡ്സ് തേർഡ് ഹയസ്റ്റ് പ്രയോറിറ്റി ഏജൻസ് that could be engineered for mass dissemination in future because of the following features. അപ്പം ഇപ്പോൾ അവർ ഹൈ പ്രയോറിറ്റിയിലുള്ളവരല്ല, ഇപ്പോൾ അവർ തേർഡ് പ്രയോറിറ്റിയിലുള്ള ആൾക്കാരാണ് കാറ്റഗറി സി. അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് കാറ്റഗറി സി. പക്ഷേ എന്താണ് ഫ്യൂച്ചറിൽ അവരെ എന്താണ് എൻജിനീയർ ചെയ്താൽ ജനറ്റിക് എൻജിനീയറിംഗ് ഒക്കെ വഴി അവരെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിൽ മാസ് ഡിസമിനേഷന് വളരെ വലിയൊരു വ്യാപനത്തിന് സ്പ്രെഡിങ്ങിന് കഴിവുള്ള ആളുകളാണ് ഈ കാറ്റഗറി സിയിൽ വരുന്ന ബയോ ഏജൻസ്. അതിന് മെയിൻ കാരണം എന്തൊക്കെയാണ്? ഈസ് ഓഫ് അവൈലബിലിറ്റി. അവരെ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ബയോ ഏജൻസ്. പിന്നെ ഈസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസമിനേഷൻ. അവരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള എന്താണ് ബയോ ഏജൻസിനെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് അവരുടെ വ്യാപനം പെട്ടെന്നാവാനും ചാൻസ് ഉണ്ട്. അതുപോലെ പൊട്ടൻഷ്യൽ ഫോർ ഹൈ മോർബിഡിറ്റി ആൻഡ് മോർട്ടിലിറ്റി റേറ്റ്സ് ആൻഡ് മേജർ ഹെൽത്ത് ഇമ്പാക്റ്റ്. അപ്പോൾ അവരിങ്ങനെ ഒരുപാട് അവരുടെ നമ്പേഴ്സൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താണ് ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ്സും ഒക്കെ കൂട്ടാൻ കഴിവുള്ള ആളുകളാണ് കാറ്റഗറി സിയിൽ വരുന്നത്. പക്ഷേ അവർ വലിയ കുഴപ്പമില്ല, തേർഡ് പ്രയോറിറ്റിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ജനറ്റിക് എൻജിനീയറിംഗ് വഴിയൊക്കെ ചിലപ്പോൾ അവരെ നല്ല മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയാൽ എന്താണ് വളരെ മാസ് ഡിസമിനേഷൻ വരെ കഴിവുള്ള ആളുകളാണ് കാറ്റഗറി സിയിൽ വരുന്ന ബയോ ഏജൻസ്. എക്സാമ്പിൾസ് ഏതാണ്? നിപ്പ വൈറസ് ആൻഡ് ഹണ്ട വൈറസ്. ഇവർ രണ്ടുമാണ്
കാറ്റഗറി സിയിൽ വരുന്ന എന്താണ് ഓർഗാനിസംസ്. അപ്പം നിങ്ങൾ വിചാരിക്കും നിപ്പ വൈറസോ എന്ന്. പക്ഷെ നിപ്പ വൈറസ് എന്താണ് ഇപ്പം അവരുടെ സ്പ്രെഡിങ് എന്താണ് വളരെ കുറവാണ് അല്ലേ. സ്പ്രെഡിങ് ഒത്തിരി നന്നായിട്ടൊന്നും അവർ സ്പ്രെഡ് ചെയ്യത്തില്ല. അപ്പം വെറും 33.3% മാത്രമാണ് അവരുടെ സ്പ്രെഡിങ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് വന്നാൽ ഫെറ്റാലിറ്റി റേറ്റ് എത്രയാണ്? 88.8% ആണ് ഫെറ്റാലിറ്റി റേറ്റ്. ഓക്കെ, പക്ഷേ അവരുടെ സ്പ്രെഡിങ് റേറ്റ് വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെയുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസൊക്കെ വെച്ചിട്ട് മാസ് ഡിസമിനേഷന് വരെ കഴിവുള്ള ആളുകളാണ് കാറ്റഗറി സിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ന് പഠിച്ച സെക്ഷൻ. അതായത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ബയോ ടെററിസം, അതുപോലെ തന്നെ ബയോ ടെററിസത്തിനകത്ത് വരുന്ന കാറ്റഗറീസ്. അതിന് മുന്നേ നമ്മൾ ബയോളജിക്കൽ വാർഫെയറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് എന്താ എന്നുള്ളൊരു ന്യൂ ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യും വേണം.